നമ്മൾ കാട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. കാരണം ആനയും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ ആനിമൽ അറ്റാക്കും മറ്റു പല രീതിയിലുള്ള ഇഷ്യൂസ് വരാം. ഈ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, അത്രയ്ക്ക് റിസ്കി ഏരിയ ആണ്. പ്രത്യേകിച്ചും ഈ ഒരു സീസണിൽ ഭയങ്കര ആനയും മറ്റു മൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണ്. പക്ഷെ അത്രയും റിസ്ക്കുള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നിങ്ങൾ ഏതായാലും ഇന്ന് ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. കാരണം കുറേ കാലമായിട്ട് നമ്മൾ പണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാതെ വൃത്തിയാക്കാതെ ഇരിക്കുന്ന ഒരു കുളമുണ്ട്, നല്ലൂർ വയൽ. അപ്പോൾ അവിടുത്തെ ആ കുളം ഒന്ന് വൃത്തിയാക്കുക. ഇത് വലിയൊരു കുളമാണ്. അതെല്ലേ? എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ശബ്ദം ഉണ്ടാക്കുകയോ ചെയ്യരുത്. കാരണം അപ്പുറവും ഇപ്പുറവും കേൾക്കുന്നുണ്ടാവുന്ന ശബ്ദം, ഒരു ചുള്ളിക്കമ്പ് ഒടിയുന്ന ശബ്ദം നമ്മൾ കേൾക്കണമെങ്കിൽ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളോട് കിറുകിറ 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 എന്ന് പറയാതിരിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന ആളും കേൾക്കുന്ന ആളും ശ്രദ്ധിക്കും, കേൾക്കാത്ത ആൾ എന്താ പറയുന്നത് അത് ചെവി ഓർക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ശബ്ദങ്ങൾ നമ്മൾക്ക് കേൾക്കാൻ പറ്റാണ്ടായി പോകും. നിശബ്ദമായിട്ട് പോകണം, മനസ്സിനകത്തോടെ പോകുമ്പോൾ കൃത്യമായിട്ട് നിശബ്ദമായിട്ട് പോകണം. കാണുന്ന കാര്യങ്ങൾ, പറയാനുള്ള കാര്യങ്ങൾ തിരിച്ചു വന്ന് നമുക്ക് പറ്റുന്ന സ്ഥലത്തെത്തിയതിനു ശേഷം മാത്രം പറയുക, ശബ്ദം ഉണ്ടാക്കാതെ പോവുക. നമ്മളിപ്പോൾ പോകുമ്പോൾ വളരെ സൈലന്റ് ആയിട്ട് കാടിനെ വീക്ഷിച്ച് ഒക്കെ പോകണം. കഥ പറയാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയിട്ട് വരില്ല. കാരണം കഥ നമുക്ക് ഇവിടെ ഒന്നും പറയാം, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച് പിന്നെ സംശയം കണ്ടൊക്കെ അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാന്നല്ല, മറ്റു കാര്യങ്ങൾ, കുടുംബകാര്യങ്ങളോ മറ്റു യാത്രകളെ കുറിച്ചൊന്നും പറയാതെ കാടിനെ തന്നെ ശ്രദ്ധിച്ചു പോവുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പിന്നെ പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ ആനയൊക്കെ ഓടി വരികയാണെങ്കിൽ പരക്കെ ഓടാൻ പാടില്ല. പരക്കെ ഓടാൻ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ ആ ആന തിരിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. നമ്മൾ അവിടുന്ന് പിന്നോട്ട് എത്രത്തോളം വേഗം പോയിട്ട് ഓടുന്നുണ്ടോ ആ നമ്മുടെ മൂവ്മെന്റിനനുസരിച്ച് ആന കയറി വരും. നമ്മൾ അത് ആന വരുമ്പോൾ ഒന്ന് സെറ്റപ്പായി അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ആന ഒരു പരിധി വരെ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, നീങ്ങുന്നില്ലാതെ തിരിച്ചു പോകും. അതേപോലെ തന്നെ കടുവയും. അപ്പൊ അതുകൊണ്ട് പിന്നെ തിരിച്ച് പെട്ടെന്ന് ഓടുന്നുള്ള ഒരു സാഹചര്യം അത് പിന്നെ പാടില്ലെന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ പിന്നെ ചെറുത്ത് നിൽക്കുമ്പോൾ അതിന് ചിലപ്പം ഓടി വരുമ്പോൾ നമുക്ക് മാറാനൊക്കെ പറ്റും. പക്ഷെ ആ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ആനകളൊക്കെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. എനിക്ക് തരുന്നില്ല, എന്താ ചെയ്യാ, വെള്ളത്തിനുള്ള ആരെ ഇതിന് പായ വരുന്നില്ല, വെള്ളം കുടിക്കാൻ വരുന്നുണ്ടോ? ഇവിടെ ഇത് ഇന്ന് രാവിലെ രാത്രിക്കായിട്ട് നന്ദി കിടക്കുന്നുണ്ടോ? ഇതിപ്പോ വെള്ളം കുടിച്ചിട്ട് പോയതാണ്. രാവിലെ വെള്ളം കുടിച്ചു പോയത് കാലം കൊണ്ടാക്കിയിട്ടേ, അതുകൊണ്ടാണ് ആ നനവ് അങ്ങനെ കിടക്കുന്നത്. സാറേ, ഈ പായല് ആനകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ആ ഭാഗം മാത്രം ആന ഇറങ്ങുന്നില്ല, അവിടെ ആന ഇറങ്ങുന്നില്ല, ആ ഭാഗങ്ങൾ ആന ഇറങ്ങാറില്ല. പായലുള്ള സ്ഥലത്ത് തന്നെയാണ് കണ്ടോ. സാറ് ഇത് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഇത് വ്യാപിക്കില്ല, വെള്ളത്തിൽ വ്യാപിക്കും. മറ്റു കുടിക്കാനൊന്നും പ്രയാസമായിരിക്കും. പ്രയാസമുള്ള ഈ പ്രദേശത്ത് ഇങ്ങനെ ഈ കുളമാണ് ഏറ്റവും വലുത്. ഇവിടെ ഈ പ്രദേശത്ത് നല്ലൂര് ചെറിയ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഇതാണ്. ആനക്ക് ഇറങ്ങാനും വെള്ളം കുടിക്കാനും കുളിക്കാനും ഏറ്റവും സൗകര്യമുള്ള ഒരു കുളം ഇതാണ്. ഓരോ മൂലയിൽ നിന്ന് എത്തിപ്പെടാനുള്ള സ്ഥലം ഇതാണ്. നല്ലതാണ്. നന്നായിട്ട് പാല് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഗ്രാഫിന്റെ പ്രവർത്തകർ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ചെറിയ കുട്ടികളൊക്കെ വന്ന് അതുപോലെ തെളിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് തിമിർത്ത് കുളിച്ചിട്ടാണ് പോവുക. പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമ്പോ പറ്റില്ല, അതിന് പറ്റില്ല. ശരിക്കും ആ സൈഡ് ഇടിച്ചെടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരത്തിലാണ്. അത് വേണ്ട സ്ഥലം, ഇറങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് കൂടി അവര് ഇത് കുറച്ചും ടൈം കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ പറ്റൂല. പറ്റില്ല. ഈ വെള്ളം പറ്റില്ല. ഇത് ഉറവുണ്ട് അവിടെ, ആ സൈഡ് ഉണ്ടോ, അവിടെ നിന്നൊക്കെ നീര് ഉറവുകളുണ്ട്. അവര് ഏത് ടൈമിലാണ് വരാ? രാവിലെ, വൈകുന്നേരം? ഏറ്റവും കൂടുതൽ ഉച്ച സമയത്ത്. ഉച്ച സമയങ്ങളിലാണ് അവര് വെള്ളം കുടിക്കാനായിട്ട്.
പറഞ്ഞല്ല മറ്റു മീനുകളെ രണ്ടു ദിവസം നോക്കിയോട്ടെ ഇവൻ ചാവുന്നില്ല ഇതുണ്ടോ മുത്തങ്ങ കാട്ടിനുള്ളിലാണ് അല്ലേ? മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള ആനകളൊക്കെ എപ്പോഴും വന്ന് വെള്ളം കുടിക്കുന്ന ഒരു കുളമാണ്. ഇത് ഗ്രാഫിന്റെ പ്രവർത്തകരിലുള്ള ഫുള്ള് ചണ്ടിയും ചളിയും എല്ലാം വാരി ക്ലീൻ ആക്കാണ്, വൃത്തിയാക്കാണ്. ഇന്നത്തെ ഒരു ദിവസം ഇതിനു വേണ്ടി എല്ലാവരും നമ്മളിത് ക്ലീനാക്കുമ്പോൾ അതിനകത്ത് വരുന്ന സാധനമല്ലേ. അങ്ങനെ യൂസുഫായുടെ ഫോട്ടോഗ്രാഫിക്ക് മുമ്പിൽ ഒരു കഷണത്തിൽ വന്നാൽ ഞാനും കൂടി അത് കാണാം. കേറുവാ മക്കളെ. ആദർശ് പൈലേ വിടാ പുപ്പലേ വിടാ. ഒരു ബസ്സിന് 6,600, ജീപ്പ് 2,000, 4 പേര്, 5 പേര് വന്നു കഴിഞ്ഞാൽ 2,300 ആവും. 6 ആണെ 2,600, 6 പേര് വരെ അതിനെ മേലെ പോകും. എങ്ങനെ രാവിലെ 7 മണിക്ക് കറക്റ്റ് 7 മണിക്ക് വണ്ടി കയറി അത് 7 6 മണി 5 മണി 6 മണിക്ക് ആള് വരും. അതിരാവിലെ തന്നെ വരിക. ബസ്സിന് 300 രൂപയും ജീപ്പിന് 500 രൂപയുമാണ് ഈടാക്കുന്നത്. ഇതെന്ത് മര? മരുത്. എന്തൊരു വഴുപ്പാനും മരുന്നിന്. ആ കാണുന്നൊക്കെ മരുതാ. ഇതൊക്കെ മരുന്നല്ലേ? ഈ ഭാഗം ഏറ്റവും കൂടുതൽ മരുതല്ലേ? ഇത് കണ്ടോ ആന പിണ്ടം വിട്ടുപോയത്? ഈ വനത്തിൽ കടുവകളും പുലികളും മാനുകളും അതുപോലെ പല ജാതി മൃഗങ്ങളും ഉണ്ട്. അവരെല്ലാം ഇവിടെ വന്ന് വെള്ളം കുടിക്കാറുണ്ട്. പൊതുജനങ്ങൾക്ക് ഒട്ടും പ്രവേശനമില്ലാത്ത ഈ വനമേഖലയിലെ ഈ പ്രദേശത്തെ ഈ വലിയ തടാകമാകെ പാളം നിറഞ്ഞ് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗ്രാഫിനെ വന ഉദ്യോഗസ്ഥർ വിളിച്ചത്. പ്രകൃതി സ്നേഹികളായ ഗ്രാഫിന്റെ പ്രവർത്തകർ വിളി കേട്ടപാടെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുമായി ഇവിടെ എത്തിച്ചേരുകയും വിശപ്പും ദാഹവും സഹിച്ച് ആ പെരും വെയിലിൽ ആ വലിയ തടാകത്തിലിറങ്ങി ചണ്ടികളും ചളികളും എല്ലാം വലിച്ചു കയറ്റി ആ കുളം നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി. ഈ ഫോട്ടോ എനിക്ക് ഇതൊന്നും എടുത്തോ വരാനല്ലത്. ഈ പേരിൽ ഞാൻ അറിയപ്പെടുന്നുണ്ട് കോളേജിൽ. ഇതിന് അതുകൊണ്ടാ ഈ ഫോട്ടോ.
ഇത് നല്ല അവിലും ശർക്കരയാണ്. ഈ കാട്ടിനകത്ത് നമ്മൾ ഇങ്ങനെയുള്ള വർക്കുകൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് ലഘുഭക്ഷണമായിട്ട് ഒരു ഇടക്കാല ആശ്വാസം അല്ലേ? നല്ല പുട്ടാണ്. അങ്ങനെ അപ്പനും വെളിയിൽ ആ തടാകത്തിലെ പാലുകളെല്ലാം ഞങ്ങൾ കരയിലടുപ്പിച്ചു. അത് കുഴപ്പമില്ല. ഇല്ല അശോക എങ്ങനെ വേണേലും പറഞ്ഞേ. നീന്തി എത്തില്ലല്ലോ, നടക്കുന്ന സ്പീഡിൽ എത്തുമോ? ആ കണ്ണ് കാട്ടി നോക്കല്ലോ.